നിങ്ങൾ ഒരു ചെസ് പ്രേമിയാണെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസാണ് ക്വീൻസ് ഗാംബിറ്റ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സീരീസാണിത്. 7 എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂ. ഒരു 8 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ കണ്ടു തീർക്കാവുന്നതാണ്. നല്ലൊരു ചെസ് ബേസ്ഡ് സീരീസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഗെയിമിൽ വൈറ്റ് കളിക്കുന്നത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള എലിസബത്ത് ഹാർമൺ ആണ്. ബ്ലാക്ക് കളിക്കുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്ററായ ബോർഗോ ആണ്. അപ്പോൾ ഗെയിം ഒന്ന് കൊണ്ടുവയ്ക്കാമല്ലോ. എലിസബത്ത് ഹാർമൺ ആണ് വൈറ്റ് കളിക്കുന്നത്. എലിസബത്ത് തുടങ്ങുന്നത് പോൺ D4 വെച്ചിട്ടാണ്. D5. ഇനി കളിക്കുന്നത് C4. അപ്പോൾ ഇതാണ് ക്വീൻസ് ഗാംബിറ്റ്. ക്വീൻസ് ഗാംബിറ്റ് ആണല്ലോ സീരീസിൻ്റെ നെയിം. അപ്പോൾ ക്വീൻസ് ഗാംബിറ്റ് തന്നെയാണ് ഇവിടെ എലിസബത്ത് ഹാർമൺ കളിക്കുന്നത് ഗെയിമിൽ. ഇവിടെ ആ ക്വീൻസ് ഗാംബിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ബ്ലാക്ക്. E4 കളിച്ചിട്ട് സെൻറ്ററിൽ 2 പോൺ കൊണ്ടുവരുന്നു. തിരിച്ച് ആ ഒരു പോണിനെയും കൂടെ അറ്റാക്ക് ചെയ്യുകയാണ് ഇവിടെ വൈറ്റ്. നൈറ്റ് C6 ആ പോണിലേക്ക് അറ്റാക്കാണ്. ബിഷപ്പ് E3. നൈറ്റിനെ F6 കളിച്ചിട്ട് ആ പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. വൈറ്റ് ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇനി ഭാവിയിൽ ഇത് വന്ന് എടുക്കാവുന്നതാണ് വൈറ്റിന്. അപ്പോൾ ആ ഒരു പോണിനെ ഹോൾഡ് ഓൺ ചെയ്യുന്നതിന് പകരം ഇവിടെ സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ബോർഗോവ്. എലിസബത്ത് ഹാർമൺ D5 കളിച്ചിട്ട് ഈ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യണം. നൈറ്റ് ഇവിടേക്ക് പോകുന്നു. നൈറ്റിന് ഇനി G6 വരാനാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. ഇനിയാണ് ഫൈനലി ബിഷപ്പ് വെച്ച് ആ പോണിനെ വെട്ടിയെടുക്കണം ഇവിടെ എലിസബത്ത് ഹാർമൺ. ഇപ്പോൾ നല്ലൊരു സെൻട്രൽ കൺട്രോൾ ഇവിടെ വൈറ്റിനുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു സെൻട്രൽ കൺട്രോൾ ഉണ്ട്. നൈറ്റിന് G6 കൊണ്ടുവരുന്നു. F3 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ നൈറ്റിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വരവ് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്. ബിഷപ്പ് D6, ക്വീൻ D2, ബിഷപ്പ് D7. അപ്പോൾ ഇരുവരും പീസുകളെ തമ്മിൽ പുറത്തിറക്കുവാണ്. നൈറ്റ് E2, A6. അപ്പോൾ ഇനി അടുത്ത ത്രെഡ് B5 ഒക്കെ കളിച്ച് ക്യൂൻ സൈഡിൽ എക്സ്പാൻഡ് ചെയ്യാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഐഡിയ. അപ്പോൾ ബിഷപ്പ് ജസ്റ്റ് അവിടെ നിന്ന് മാറിയിരിക്കുന്നു. അവിടെ നിന്ന് മാറി നിന്നില്ലെങ്കിൽ B5 കളിച്ചിട്ട് എന്തായാലും ബിഷപ്പിനെ ഓടിച്ചു വിടും. ആ ഒരു ഡെവലപ്മെൻറ്റും കൂടെ ആ ഒരു എക്സ്ട്രാ മൂവ് ഇവിടെ ബ്ലാക്കിന് കിട്ടും. അതുകൊണ്ട് ബിഷപ്പിനെ B3 കളിക്കുന്നു. B5 കളിക്കുവാണ് എന്തായാലും ഇവിടെ ബ്ലാക്ക്. A4 കളിച്ച് ചലഞ്ച് ചെയ്യുകയാണ്. ബ്ലാക്ക് മൈൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. വെട്ടിയെടുത്താലും നേരെ അത് ഈ പോൺ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. വൈറ്റും ക്യാൻസൽ ചെയ്യുന്നു. ക്വീനിനെയും കൂടെ E7 കളിക്കുന്നു. റൂക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാവുന്നതാണ്. റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഐഡിയ ഈ ഒരു C7 പോണിലേക്ക് ഭാവിയിൽ ഒരു ത്രെട്ട് കൊടുക്കാനും ഈ ഒരു ഫയൽ റൂക്കിന് നല്ലോണം ഉപകാരപ്പെടുകയും ചെയ്യും. ഇവിടെ വൈറ്റിൻ്റെ പ്ലാനിനെതിരെ ഇവിടെ ബ്ലാക്ക് നൈറ്റ് H5 കളിക്കുന്നു. ഇതിൻ്റെ ഒരു ഐഡിയ ഏതെങ്കിലും ഒരു നൈറ്റിന് ഇവിടെ F4 വരാവുന്നതാണ്. F4 വന്നിട്ട് ഇവിടെ നല്ലൊരു സെൻട്രൽ കൺട്രോള്, ഇവിടെ ഒരു ഡാർക്ക് സ്ക്വയർസുള്ള കളി ഇവിടെ ബ്ലാക്കിന് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഐഡിയാസ് എല്ലാം ഉണ്ട് ബ്ലാക്കിന്. ഇനി അത് മാത്രമല്ല, തക്കമായ അവസരത്തിൽ വേണമെങ്കിൽ F5 മൂവ് വരെ കളിച്ച് ഇവിടെ റൂക്കിനും നല്ലൊരു ഗെയിം കൊടുക്കാവുന്നതാണ് ബ്ലാക്കിന്. വൈറ്റ് എന്ത് ചെയ്യുന്നു? G3 കളിച്ചിട്ട് F4 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഇവിടെ ബ്ലാക്ക് H6 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ബിഷപ്പിന് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ തടയുകയാണ്. ബിഷപ്പ് C2. റൂക്കിനെ ഇവിടെ B8 കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി ത്രെട്ട് B4 ഒക്കെ കളിച്ച് ഇങ്ങനെ ഇവിടേക്ക് അറ്റാക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. എലിസബത്ത് ഹാർമൺ പോൺ വെച്ചെടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. റൂക്കിനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നു. റൂക്ക് A1 കളിച്ചിട്ട് ഓക്കെ, റൂക്ക് C1 പോയി. ഈ റൂക്കിന് ഇപ്പോൾ ഇവിടെ വലിയ റോളില്ല. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂക്കിന് ഇപ്പം നല്ലൊരു ഓപ്പൺ ഫയൽ കിട്ടുവാണ്. നല്ല അറ്റാക്കൊക്കെ വന്നിട്ട് ഇവിടേക്കൊക്കെ വരാവുന്നതാണ് വേണമെങ്കിൽ ഇവിടെ എലിസബത്ത് ഹാർമണിന്. ബ്ലാക്ക് എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് തിരിച്ച് ആ ഫയൽ വിട്ടുകൊടുക്കുന്നില്ല. റൂക്ക് A8 തന്നെ കളിക്കുന്നു. ഇവിടെ ബിഷപ്പിനെ D3 കളിച്ചിട്ട് ഇപ്പോൾ ആ B5 പോണിലേക്ക് ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കണം. ഇവിടെ ബ്ലാക്ക് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുകയോ വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് B4. ഈ നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. ഇവിടെ വീണ്ടും ഇപ്പോൾ ഇങ്ങനെ ഈ പോണിനെ വെട്ടി എടുക്കാവുന്നതല്ല, കാരണം ജസ്റ്റ് വെട്ടിയെടുക്കുള്ളൂ. കാരണം ഇനി നൈറ്റ് വെച്ച് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യൂവിന് ഇവിടെ വെറുതെ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നേരെ ചാടി കയറി ആ ഒരു പോണിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല ഈ ഒരു പിന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ കളിക്കുന്നത് റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കുന്നു, റൂക്ക് വെച്ച് തിരികെ എടുക്കുന്നു. ഇനിയും സെയിം ഐഡിയ, ഇതിനെ വെട്ടാൻ പറ്റില്ല, ക്യൂവിനായിട്ട് ഇവിടെ പിന്നായിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് ക്യൂവിന് ആ പിന്നിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ്. ബിഷപ്പ് C5. ഇവിടെ വീണ്ടും ബ്ലാക്ക് വളരെ അഗ്രസീവായിട്ടാണ് കളിക്കുന്നത്. ആ പോണിനെ ഒന്നും ഇവിടെ എടുത്തോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ അറ്റാക്കിലേക്ക് പോയിക്കോളാമെന്നാണ് ബോർഗോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ബിഷപ്പിന് ഇപ്പോൾ ഇവിടെ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ, അല്ലെങ്കിൽ വേറെ എന്താ കളിക്കാൻ പറ്റുക?
ഇവിടെ ആ ബിഷപ്പിനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിൻ്റെ പൊസിഷൻ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആവും. ഇവിടെ എലിസബത്ത് ആർമണ്ട് ഒരു ബ്യൂട്ടിഫുൾ മൂവ് കളിക്കുകയാണ്. നൈറ്റ് D1 ഒന്ന് ആ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു നൈറ്റ് വെച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഒരു ബിഷപ്പിലേക്ക് ഇപ്പോൾ ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് ഡബിൾ അറ്റാക്ക് ആയതുകൊണ്ട് ബിഷപ്പ് തിരികെ പോകുന്നു. ബിഷപ്പ് D6 കളിക്കുന്നു. എലിസബത്ത് ആർമണ്ട് നൈറ്റിനെ കൂടെ കളിയിൽ കൊണ്ടിരുന്നു. ഇപ്പോൾ നോക്കുക, 2 നൈറ്റ്, 2 ബിഷപ്പ്, ക്വീന് എല്ലാം ഇവിടെ അറ്റാക്കിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് എലിസബത്ത് ആർമണ്ടിൻ്റെ പീസുകൾ. ബ്ലാക്കും കട്ടയാണ്, വിട്ടുകൊടുക്കുന്നില്ല. നൈറ്റ് H4 ആദ്യത്തെ ബ്യൂട്ടിഫുൾ സാക്രിഫൈസുമായിട്ട് അഗ്രസീവായിട്ട് ഇവിടെ ബ്ലാക്ക് തുടങ്ങുവാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുവാണ്. ഈ നൈറ്റിനെ എടുത്താൽ എന്ത് സംഭവിക്കും? എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോൺ വെച്ച് തിരികെടുക്കും. ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. മാറിക്കഴിയുമ്പോൾ നൈറ്റ് H4 വരും. ഇപ്പോൾ F3 പോണിലേക്ക് അറ്റാക്കാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു വഴിയില്ല. ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റില്ല. കാരണം എന്താണ്? നൈറ്റ് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂവിന് ശേഷം ഒരു പക്ഷേ ബിഷപ്പ് വെച്ച് എടുത്തെന്ന് വയ്ക്കുക. ഓക്കെ, തിരിച്ച് വെട്ടുമ്പോൾ ഇവിടേക്കൊക്കെ വരാൻ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് വെട്ടും. നൈറ്റ് വെച്ച് വന്നു കഴിഞ്ഞാൽ ക്വീൻ G5 ചെക്ക് വരും. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ചെക്ക് മേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതിനിടയിൽ വരേണ്ടി വരും. ഈ പൊസിഷനിൽ ജസ്റ്റ് വെട്ടിയെടുത്താൽ മതി. ഈ പൊസിഷനെ പറ്റി കൂടുതലൊന്നും പറയണ്ടല്ലോ. നല്ല പവർഫുൾ അറ്റാക്ക് ഉണ്ട്. കിങ് എക്സ്പോസ്ഡും ആണ്. ഇവിടെ ബ്ലാക്ക് എന്തായാലും ജയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാടിക്കേറി ഈ ഒരു മൂവിന് ശേഷം ഈ ഒരു മൂവിൽ ഈ ഒരു നൈറ്റിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് വൈറ്റ് റൂക്ക് C1 കളിക്കുന്നു. ക്വീൻ G5 ആയിട്ട് വരുന്നു. ഓക്കെ, ഇനി ഇതൊരു ത്രെട്ടല്ല. കാരണം ഈ ഒരു പിൻ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആ നൈറ്റിനെ ഇവിടെ നിൽക്കാം. അപ്പോൾ കിങ് ജസ്റ്റ് അവിടെ നിന്ന് മാറി നിൽക്കുവാണ് ഇവിടെ എലിസബത്ത് ആർമണ്ട്, ആ ഒരു അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി വേണമെങ്കിൽ ആ നൈറ്റിനെ എടുക്കാമല്ലോ. ബ്ലാക്ക് വീണ്ടും അഗ്രസീവായിട്ട് കളിക്കുകയാണ്. ക്വീൻ H5 കളിക്കുന്നു. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് നൈറ്റിനെ എടുത്തുകൂടാ? നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് വരും. ഇങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവിൽ അടുത്ത മൂവിൽ ചെക്ക് മേറ്റ് ത്രെട്ടൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെക്ക് വരും. മാറിക്കഴിഞ്ഞാൽ ചെക്ക്, മാറിക്കഴിയുമ്പോൾ ഇത് നേരിട്ട് ഒരു ചെക്ക് മേറ്റ് പൊസിഷനിലോട്ട് പോകും. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ചാടിക്കയറി ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു നൈറ്റിനെ അവിടെയും എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ പൊസിഷനിലും നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. പകരം ഇവിടെ എലിസബത്ത് ആർമണ്ട് എന്താണ് കളിക്കുന്നത്? എലിസബത്ത് ആർമണ്ട് കളിക്കുന്നു നൈറ്റിനെ ഇവിടെ G1 കളിച്ച് F3 പോണിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ക്വീൻ ടേക്സ് F3 തടയാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ ഒരു ഡിഫെൻസീവ് ഗെയിമിലേക്കാണ് ഇവിടെ വൈറ്റ് പോകുന്നത്. ബ്ലാക്ക് നൈറ്റ് വെച്ച് ആ പവർഫുള്ളായുള്ള ബിഷപ്പിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. നൈറ്റ് വെച്ച് വെട്ടുന്നു. ഇപ്പോഴും F3 നല്ലോണം ഗാർഡനാണ് നൈറ്റ് കാരണം. F5 കളിക്കുന്നു. ഈ ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. മാത്രമല്ല ഈ 2 പോണുകളെ ഡിസ്കണക്ട് ചെയ്യാനും പറ്റുമല്ലോ. അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല വൈറ്റ്. നൈറ്റ് C5 കളിച്ചിട്ട് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. ബ്ലാക്ക് ബിഷപ്പ് കൊടുക്കുന്നില്ല. റൂക്കിനെ F1 കൊണ്ടുവരുന്നു. ഓക്കെ, ഇന്ന് റൂക്കിനെ നല്ലൊരു ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഒരു എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ റൂക്കിന് നല്ലൊരു ഓപ്പൺ ഫയൽ കിട്ടും. ഇതാണ് എലിസബത്ത് ആർമണ്ട് ഐഡിയ. നൈറ്റ് ഇവിടേക്ക് പോകുന്നു. E7 പോകുന്നു. ഇപ്പോൾ F5 ഡബിൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. നൈറ്റും വെച്ചും ബിഷപ്പും വെച്ചും വേണമെങ്കിൽ ക്യൂനും വെച്ച് പ്രൊട്ടക്ഷനാണ്. വീണ്ടും ആ പോണിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കണം. ബ്ലാക്ക് ആ പോണിനെ ഒന്നും എടുക്കുക, അവിടെ പോകുന്നതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബ്ലാക്ക് ജസ്റ്റ് സെൻറ്ററിലേക്ക് വെട്ടുവാണ്. ഇവിടെ പോൺ വെച്ച് വെട്ടുന്നു. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ക്യൂനിന് ഇവിടേക്ക് പോയി വെട്ടാനുള്ള സമയമില്ല. കാരണം ഈ പോണോട് വീഴുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പോൺ വെച്ച് വെട്ടുന്നു. ഇവിടെ ക്യൂനിന് ഇവിടെ G6 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ഓക്കെ, ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു എലിമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ക്യൂന് ഈ പോണിന് പുറകോടെ പോയി കഴിഞ്ഞാൽ E4 പോൺ ഇവിടെ വീക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഡീപ്പ് കാൽക്കുലേഷൻ ഉണ്ട് ക്വീൻ G6 മൂവിന്. കിങ് G2 നല്ല പവർഫുള്ളായുള്ള മൂവ് കളിക്കുകയാണ് ഇവിടെ എലിസബത്ത് ആർമണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നൈറ്റിനെയും കൂടെയും പള്ളിയിലേക്ക് ഇവിടെ ഇറക്കി കിങ്ങോടെയും ഇവിടെ അറ്റാക്കിലേക്ക് കയറുകയാണ്. കിങ് H7. അപ്പോൾ ഒരു വെയിറ്റിംഗ് പോലെ ഇരുവരും കളിക്കുവാണ്. ഇരുവരുടെയും പ്ലാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നൈറ്റ് F3. നൈറ്റിന് G8 കളിക്കുന്നു. അപ്പോൾ ഇരുവരും സിമിലർ കൈൻഡ് ഓഫ് നീക്കങ്ങളാണ് നീക്കുന്നത്. നൈറ്റ് H4 കളിച്ചിട്ട് ഇവിടെ എലിസബത്ത് ആർമണ്ട് അറ്റാക്ക് തുടങ്ങുകയാണ്. ക്യൂനിലേക്കാണ് അറ്റാക്ക്. ക്യൂൻ G4 കളിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇതുപോലത്തെ ത്രെഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ വൈറ്റിന് എന്തോരം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം ആ ബിഷപ്പിന് ഡയഗണൽ ബ്ലോക്ക് ചെയ്തിട്ട് നൈറ്റ് F5 വന്നിട്ട് ഇടയിൽ വരുന്നു. നൈറ്റ് F6 കളിക്കുന്നു. ഒരുപക്ഷെ ഒരു എക്സ്ചേഞ്ച് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോൺ വീക്കാവുന്നതാണ്.
H3 കളിച്ചിട്ട് ക്യൂവിനെ ഓടിച്ചു വിടാൻ നോക്കുന്നു. ക്വീൻ G6, നൈറ്റ് E6. അപ്പോൾ പതുക്കെ പ്രഷർ ബിൽഡപ്പ് ചെയ്യുകയാണ് ഇവിടെ എലിസബത്ത് ആർമൺ. G7 പോണിലേക്കൊക്കെ അറ്റാക്കാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുവാണ്. റൂക്കിനെ A4 കളിക്കുന്നു. ഇപ്പോൾ നൈറ്റും റൂക്കും കൂടെയും ഇപ്പോൾ ആ പോണിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആ പോണും വന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പവർഫുൾ അറ്റാക്ക് ഇവിടെ ബ്ലാക്കിന് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് B3 ആദ്യം കളിച്ച് ഇതിനെ പ്രൊവോക്ക് ചെയ്യുകയാണ്. ഇവിടെ എലിസബത്ത് ആർമൺ ഒരു ടാക്ടിക്സ് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ റൂക്ക് വെച്ച് ആ പോണിനെ വെട്ടിയെടുത്തു. ശരിയാണ്, ഇവിടെ വൈറ്റിന് കിങ് കുറച്ച് എക്സ്പോസ്ഡ് ആണ്. പക്ഷേ ഇതിന് കറക്റ്റായിട്ട് ഇവിടെ എലിസബത്ത് ആർമൺ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇവിടെ കളിക്കുന്നത് നൈറ്റ് ടേക്സ് D6. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഈ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ ഒഴിവാക്കിയപ്പോൾ ഈ ബിഷപ്പായിരുന്നു ഈ ഒരു F8 സ്ക്വയർ കൺട്രോൾ ചെയ്തിരുന്നത്. ഇവിടെ ഒരു മൂവ് മുന്നോട്ട് പോയാൽ മനസ്സിലാവും ഈ F8 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്ന ബിഷപ്പായിരുന്നു. ഇവിടെ ഇനി ഒരു നൈറ്റ് വന്നു കഴിഞ്ഞാൽ ചെക്കുമാണ്, ക്യൂനിലേക്കും അറ്റാക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ബിഷപ്പിനെ അങ്ങ് ഒഴിവാക്കി. ഇവിടെ നൈറ്റിനെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഒരു ചെക്ക് വരും. അതിനു പകരം ഈ നൈറ്റിനെയാണ് ഒഴിവാക്കുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് തിരികെ എടുക്കുന്നു, പോൺ വെച്ച് തിരികെ എടുക്കുന്നു. ഇവിടെ പോൺ E7 പുഷ് ചെയ്യുന്നു. ഓക്കെ, ഈ പോൺ 7th റാങ്കിലെത്തി. പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു തൽക്കാലം നിർവാഹമില്ല. ക്യൂനും ഇവിടെ നൈറ്റും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും പേടിക്കണ്ട, ഇവിടെ D5 കളിച്ച് ഇവിടെ സെൻറ്റർ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ഇവിടെ ബ്ലാക്ക്. ഇവിടെ വരെ മോർലെസ് ഈക്വൽ പൊസിഷൻ തന്നെയാണ് ഇരുവർക്കും. ഇവിടെ നിന്ന് എങ്ങനെയാണ് എലിസബത്ത് ആർമൺ പുഷ് ചെയ്ത് പ്രസ് ചെയ്ത് ജയിക്കുന്നത്? ബിഷപ്പ് C5 കളിച്ച് ആ ഒരു പോണിലേക്ക് അഡീഷണൽ ഡിഫെൻസ് കൊണ്ടുവയ്ക്കുന്നു. ക്വീനിനെ ഇവിടെ E8 കളിക്കുന്നു. ഇവിടെ ക്വീനിനെ F3 കളിച്ചു. ഓക്കെ, ക്വീൻ F5 ചെക്ക് കൊടുത്തിട്ട് ഈ റൂക്കിലേക്കൊക്കെ പണിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ക്വീനിനെ C6 കളിച്ചിട്ട് ഈ പവർഫുൾ ബിഷപ്പിനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. പക്ഷെ B4 കളിച്ചിട്ട് ആ ബിഷപ്പിനെ അവിടെ തന്നെ സിമെൻറ്റ് ചെയ്യണം എലിസബത്ത് ആർമൺ. ക്വീൻ E8 കളിച്ചിട്ട് ഈ ഒരു പോണിനെ ഇവിടെ മുകളിലേക്ക് കയറാത്ത വിധം ഡിഫെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വീൻ F5 ചെക്ക്, കിങ് മാറുന്നു. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്? ക്വീൻ ടേക്സ് നൈറ്റ്. ബ്യൂട്ടിഫുള്ളായുള്ളൊരു ക്വീൻ സാക്രിഫൈസ്. ഇവിടെ നോക്കുക, ഈ പൊസിഷനിൽ ഇപ്പോൾ എങ്ങനെ കളിച്ചാലും ഇപ്പോൾ എങ്ങനെയാണ് കളിക്കാൻ പറ്റുക? കാര്യം ഇവിടെ ഈ പോൺ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഇവിടെ വൈറ്റിന് വിൻ ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ പോൺസ് എല്ലാം ഈ റൂക്കിനാണെങ്കിലും വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോഴാണ് എലിസബത്ത് ആർമൺ ഈ TV ഷോയിൽ ഇങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്. ക്വീൻ ടേക്സ് നൈറ്റ്, ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു ക്വീൻ സാക്രിഫൈസ്. ഇവിടെ ക്വീനെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം റൂക്ക് ടേക്സ് F6. അടുത്ത മൂവിൽ ചെക്കും ക്യൂനിലേക്കും അറ്റാക്ക് ഇത് ക്വീനെ നേടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഇതുപോലത്തെ പെർഫെക്ച്വൽ ട്രൈസിന് നോക്കുവാണ്, ക്വീൻ H5 നോക്കുവാണ്. പക്ഷേ ആദ്യം ഒരു ചെക്ക് നൽകുന്നു, മാറുന്നു, ക്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. റൂക്ക് വെച്ചൊരു ചെക്കൊക്കെ നൽകാൻ നോക്കണം, പക്ഷെ ജസ്റ്റ് കിങ് F1. ഇവിടെ ക്യൂനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വിന്നിങ് എൻ ഗെയിമാണ് ഇവിടെ വൈറ്റിന്. ചെക്കൊക്കെ കൊടുക്കാൻ നോക്കണം, ജസ്റ്റ് റൂക്കിനെ വെട്ടിയെടുക്കുകയാണ്. ചെക്കിന് ശേഷം റൂക്ക് തിരികെ വരുന്നു, വീണ്ടും ചെക്ക്, കിങ് ജസ്റ്റ് മാറി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് റിസൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഡെയിലി ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്യാമെന്നൊക്കെ വെച്ചതാണ്. പക്ഷേ ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷൻ പ്രോബ്ലം ഒക്കെ ആയതാണ് ചെയ്യാൻ പറ്റായിരുന്നത്. പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം ഇവിടെ കണ്ണ് പെട്ടപ്പോൾ അങ്ങ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.